ശ്രീ പി കൃഷ്ണദാസ്, ഇന്ന് കർണാടകയിലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ മോദി സംസാരിച്ച വാക്കുകളാണ്. വയനാട് സീറ്റ് വിജയിക്കാൻ കോൺഗ്രസ് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പിന്തുണ തേടി. മറ്റൊന്ന്, കോൺഗ്രസ് നിങ്ങളുടെ സ്വത്ത്, സമ്പത്ത്, ആഭരണങ്ങൾ, താലിമാല എന്നിവയുടെ എക്സ്റേ എടുക്കും. അത് അവരുടെ പ്രിയപ്പെട്ട വോട്ടർമാർക്ക് പുനർവിതരണം ചെയ്യും. ഇങ്ങനെ രാജ്യത്തെ പ്രധാനമന്ത്രി ഒരു പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ സംസാരിക്കുകയാണ്. ഇങ്ങനെയാണോ ഒരു പ്രധാനമന്ത്രി സംസാരിക്കേണ്ടത്? ഒരു ബഹുസ്വരത നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി ഇങ്ങനെ തന്നെ സംസാരിക്കണമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. അല്ല, നിരോധിത സംഘടനയെക്കുറിച്ച് പറയുന്നതിൽ എന്താണ് തെറ്റ് നീലിമ? നിരോധിത സംഘടനയുമായി UDF ബന്ധമുണ്ട്, അല്ലെങ്കിൽ UDF സംവിധാനങ്ങൾക്ക് ബന്ധമുണ്ട് എന്നുള്ളത് പുതിയൊരു കാര്യമല്ലല്ലോ. നേരത്തെയും നിരോധിത സംഘടനകളുമായി, അതുപോലെ തന്നെ തീവ്രവാദ സംഘടനകളുമായി, തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായെല്ലാം UDF ഘടകകക്ഷികളായിട്ടും UDF രാഷ്ട്രീയ ബാന്ധവമുള്ള ആളുകളായിട്ടും അത് ഒരു പരിധിവരെ ചില ഘട്ടങ്ങളിൽ ഇടതുപക്ഷത്തെ സംഘടനകളും ഇടതുപക്ഷ നേതാക്കന്മാരും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരുമെല്ലാം ആ തരത്തിൽ ആ സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുമായി രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ അവരുമായി ബാന്ധവം സ്ഥാപിച്ചിട്ടുണ്ട്. അതെല്ലാം കേരളത്തിൽ പകൽ പോലെ സത്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ. അതൊക്കെ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ പലപ്പോഴും മാറിയും മറഞ്ഞും LDFും UDFും എല്ലാം അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിൽ തെറ്റൊന്നും കാണേണ്ടതില്ല. പിന്നെ പ്രധാനമന്ത്രി പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, നേരത്തെ മുൻ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ് നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ചില സാമൂഹികമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള ചില വിഷയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള എല്ലാ പ്രസംഗങ്ങളിലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നിരവധി പരാതികൾ സമർപ്പിക്കപ്പെട്ടു. ആ പരാതികളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ പാർട്ടി അധ്യക്ഷന്മാർക്ക്, അത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് രാഹുൽ ഗാന്ധിക്കെതിരെയും അത്തരത്തിൽ ആരോപണങ്ങളുണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർക്കെതിരെ ആരോപണങ്ങളുണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷം തന്നെ ആരോപിച്ചിട്ടില്ലേ, UDF നേതാക്കന്മാർ തങ്ങൾക്കെതിരെ വംശീയ അധിക്ഷേപം നടത്തുന്നു, ജാതീയ അധിക്ഷേപം നടത്തുന്നു. വടകരയിലെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിരന്തരമായി UDF നേതാക്കന്മാർ ഈ തരത്തിൽ അധിക്ഷേപങ്ങൾ നടത്തുന്നു എന്നുള്ളതല്ലേ. അപ്പോൾ അതൊക്കെ ആ തരത്തിൽ നടക്കുന്ന അധിക്ഷേപങ്ങൾ എന്ന് പറഞ്ഞു കൊടുക്കുന്ന പരാതികൾക്ക് ഒരു പ്രശ്നവുമില്ല, ഒരു പരാതിയും നിങ്ങൾക്കില്ല. പ്രധാനമന്ത്രിയുടെ പ്രസംഗം എടുത്തുകൊണ്ട് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി എത്രയോ കാലങ്ങളായി നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ചർച്ചകളാണിത്. എല്ലാ മാധ്യമങ്ങളും എത്രയോ പതിറ്റാണ്ടുകളായി ശ്രീ നരേന്ദ്രമോദിക്കെതിരെ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലും പ്രധാനമന്ത്രിയായ കാലഘട്ടത്തിലും അതിനു മുൻപ് തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടങ്ങളെല്ലാം നിരന്തരമായി വ്യാജ പ്രചരണങ്ങളും കള്ളപ്രചരണങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ആ തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വർദ്ധിത വീര്യത്തോടുകൂടി കൂടുതൽ സീറ്റുകളോടുകൂടി BJPക്കും ശ്രീ നരേന്ദ്രമോദിക്കും മുന്നോട്ട് വരാനുള്ള സാഹചര്യമുണ്ടായത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ തന്നെ, തുടക്കം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2024 തുടക്കം മുതൽ തന്നെ പ്രധാനമന്ത്രിയെ ഞാൻ ശ്രീ പി കൃഷ്ണദാസ്, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചതിൽ ഒരു കാര്യമുണ്ട്. ഒന്നാം ഘട്ടത്ത് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മോദി കാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങൾ വോട്ടർമാരെ അഭിസംബോധന ചെയ്ത സാഹചര്യമുണ്ടായത്. പക്ഷെ നോക്കൂ, ഒരു ഘട്ടം കഴിഞ്ഞു, 2 ഘട്ടം കഴിഞ്ഞു. ഈ 2 ഘട്ടങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിച്ചത്ര വോട്ടുകൾ ഇവിടെ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല. പോളിംഗ് ശതമാനം വലിയ രീതിയിൽ ഇടിയുന്നൊരു സാഹചര്യം രാജ്യത്തുണ്ടായി. അതായത് നിങ്ങൾക്കിപ്പോൾ കേവല ഭൂരിപക്ഷം തന്നെ തികയ്ക്കാനാകുമോ എന്നൊരു ആശങ്ക നിങ്ങളെ വളരെ കൃത്യമായി അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ മോദി കാ ഗ്യാരണ്ടി എന്നുള്ളത് മാറ്റി നിർത്തിക്കൊണ്ട് വർഗീയ വിഷം എത്രയും ചീറ്റാമോ, എത്ര വർഗീയത പ്രചരിപ്പിക്കാമോ ആ രീതിയിൽ ഓരോ ആയുധങ്ങളും എടുത്ത് നിങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനറായ പ്രധാനമന്ത്രി തന്നെ ഈ രാജ്യത്തെ ഒരു പ്രത്യേക മതവിഭാഗത്തെ ലാക്കാക്കിക്കൊണ്ട് ഈ പ്രസ്താവനകൾ നടത്തുകയാണ്. വയനാടിൻ്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് ഒരു പക്ഷേ SDPI ആയിരിക്കാം. പക്ഷെ അദ്ദേഹം വളരെ ബോധപൂർവമായിരിക്കാം നിരോധിത സംഘടനയുടെ പേര് ഉപയോഗിച്ചത്. അതായത് കേരളത്തിന് പുറത്ത് സംസാരിക്കുമ്പോൾ അതാണല്ലോ കുറച്ചുകൂടി ആളുകൾക്ക് ബോധ്യപ്പെടുക. SDPIയേക്കാളും ആളുകൾക്ക് പരിചയമുള്ള വാക്കെന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയിരിക്കുമല്ലോ. അതവിടെ നിൽക്കട്ടെ. അതിൽ കൃത്യമായ വിയോജിപ്പ് SDPI UDFന് നൽകിയ പിന്തുണയെക്കുറിച്ച് കൃത്യമായ വിയോജിപ്പ് എല്ലായിടത്തു നിന്നും ഉയർന്നതാണ്. പക്ഷേ രണ്ടാമത്തെ ഒരു സംഗതിയിലേക്ക് വന്നാൽ, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ സ്വത്ത്, സമ്പത്ത്, ആഭരണങ്ങൾ
താലിമാലയടക്കം, സ്ത്രീകളുടെ താലിമാലയടക്കം ഒരു പ്രത്യേക മതവിഭാഗത്തിന് വിതരണം ചെയ്യും എന്ന് പറയുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം കാണാതെ പോകരുതല്ലോ. ബഹുമാനപ്പെട്ട നീലിമ, നമ്മളുടെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ, അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ, ഈ തെരഞ്ഞെടുപ്പിൽ പല ഘട്ടങ്ങളിലായി നടന്നിട്ടുള്ള, ഇനി നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJP മുന്നോട്ട് വച്ചിട്ടുള്ളത് ദേശീയ തലത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ വികസനവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രാഷ്ട്രീയവും മാത്രമാണ്. പിന്നെ എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെ യോഗങ്ങളിലും എല്ലാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിലെ പൊതുയോഗങ്ങളിലും ഒരേ വിഷയം തന്നെ സംസാരിക്കണം, ഒരേ കാര്യം തന്നെ ഡിറ്റോ പോലെ സംസാരിക്കണം എന്ന് ഒരു പൊളിറ്റിക്കൽ ലീഡറോട് അതല്ലെങ്കിൽ പ്രധാനമന്ത്രിയോട് ഏത് പൊളിറ്റിക്കൽ ലീഡറാണെങ്കിലും ഓരോ സംസ്ഥാനത്തും വരുമ്പോൾ മോദി പറയുന്ന വിഷയങ്ങൾ ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, കോൺഗ്രസ് അത്തരത്തിൽ ഒരു നിലപാടെടുത്തിട്ടുണ്ടോ? ഇവിടുത്തെ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി വിതരണം ചെയ്യും, പിടിച്ചെടുത്ത് വിതരണം ചെയ്യും എന്ന് കോൺഗ്രസ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിലൊരു വ്യക്തത വരുത്തൂ ആദ്യം. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ മൻമോഹൻ സിംഗ് നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിലാണ് നേരത്തെയും ഇപ്പോഴുമെല്ലാം പ്രധാനമന്ത്രി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിഷയങ്ങൾ ഉന്നയിക്കുന്നത്. അങ്ങനെയുള്ള വിഷയങ്ങൾ ഉന്നയിക്കുന്നത് അവർക്ക് നിരാകരിക്കാമല്ലോ, അല്ലെങ്കിൽ BJP ഒരു രാഷ്ട്രീയ നിലപാട്. അന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രസിംഗ്, അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്താണ് പറഞ്ഞത്? മാർജിനലൈസ് ചെയ്ത് നിൽക്കുന്ന ഒരു വിഭാഗത്തിന് വേണ്ടി ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ, രാജ്യത്തെ വിഭവങ്ങൾ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്? അതെങ്ങനെയാണ് ഒരു വിഭാഗത്തിന്റെ സ്വത്താകുന്നതും അങ്ങേയറ്റം വന്ന് താലിമാലയടക്കം ഊരി അങ്ങോട്ട് കൊടുക്കേണ്ടി വരും എന്നൊക്കെയുള്ള വിഷലിപ്തമായ പ്രചാരണത്തിലേക്ക് എങ്ങനെയാണ് വരുന്നത്? ഒരു രാജ്യത്തിന്റെ വിഭവവും സമ്പത്തും തമ്മിൽ വ്യത്യാസമില്ലേ? അല്ല, ഞാൻ എൻ്റെ വാദമൊന്ന് പൂർത്തിയാക്കട്ടെ, എൻ്റെ ഭാഗമൊന്ന് പറഞ്ഞു തീർക്കട്ടെ. വളരെ പെട്ടെന്ന്. അതായത് ഈ രാജ്യത്തെ സാധാരണക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന വിഷയങ്ങൾ സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ സാമൂഹിക സ്ഥിതിയെ സംബന്ധിച്ചും രാഷ്ട്രീയ സ്ഥിതിയെ സംബന്ധിച്ചും എല്ലാം എല്ലാ പ്രസംഗങ്ങളിലും, അത് പ്രധാനമന്ത്രി മാത്രമല്ല എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസംഗങ്ങളിലും ഉണ്ടാകുമല്ലോ. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ, കേരളത്തിലെ മറ്റു മന്ത്രിമാരടക്കമുള്ള ആളുകൾ, കേരളത്തിലെ LDFൻ്റെ സ്ഥാനാർത്ഥികൾ, UDFൻ്റെ സ്ഥാനാർത്ഥികൾ, അവരെല്ലാം എത്രയോ വിഷയങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു, എത്രയോ വിവാദപരമായിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു, എത്രയോ പരാതികൾ വന്നിരിക്കുന്നു. അപ്പോൾ ഒരു വിഭാഗത്തെ മാത്രം പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഈ തരത്തിലുള്ള പ്രസ്താവനകൾ